ഈ ഓഫർ ഇന്ന് മാത്രമേ ഉള്ളേ, പിന്നെ താരം പറഞ്ഞു ഇങ്ങോട്ട് വരരുതേ. കാര്യമായിട്ട് ഞാനൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി വെക്കാണ്. വേണ്ട ഞാൻ തിന്ന് നോക്കാം. വേണ്ട ഞാൻ തിന്ന് നോക്കാം. സക്സസ് ആവുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ നാളത്തോട്ട് ക്ലാസ് പോവാണ്ടിരിക്കാനേ. വേണ്ട ഞാൻ തിന്ന് നോക്കിയിട്ട് നിങ്ങൾ തിന്നാ മതി. ആ പഴംപൊരി ഉണ്ടോ? ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഒരു ടെസ്റ്റർ ആവാം. എന്നിട്ട് നിങ്ങൾ ഈ പേരും പറഞ്ഞിട്ട് ക്ലാസ് പോവാണ്ടിരിക്കും. നല്ല ആ ടീച്ചറോട് ഞാൻ പറഞ്ഞോളൂ. അതിന് നിങ്ങൾക്ക് തരുന്നില്ല. കുഞ്ഞാ വേണമെങ്കിൽ വന്നോ? നേരത്തെ ഉണ്ടാക്കിയ സാധനം കുറച്ചെടുക്കട എല്ലാവർക്കും. അടുത്ത് തിന്ന കുഞ്ഞാ ന്യൂസൊക്കെ പിന്നെ ഇതൊക്കെ ഇത് അടിപൊളിയാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയാ ഉമ്മച്ചി ഇത് തീർക്കണ്ടേ? വാങ്ങാൻ വന്നട്ടോ ഞാൻ പിന്നെ കിട്ടൂല. രസമുണ്ടോ പറയും. എന്നാ ഇത് വേണ്ട, ഒപ്പത്തിന് എടുത്തില്ല. നല്ല രസം. ഇതിൻ്റെ ഒരു ഭാഗം മൊത്തോടെ പോയി. ഇതെന്താ ഇപ്പോൾ ഇവർ ഈ തല്ലുകൂടി തിന്നുന്ന സാധനം? എന്താ ഇപ്പോൾ ഇതിൻ്റെ പേര് നെയ്ക്കുങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാനും ഇപ്പോൾ അതന്നെ എന്താ ഇപ്പോൾ ഇതിന് പേരിടുകയെന്ന് തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു കേട്ടോ. ഇതിന് പേര് ഞാൻ ഇട്ടിട്ടില്ല. ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു വട എന്നെന്തെങ്കിലും ഇടണമെങ്കിൽ ഉള്ളിവട അല്ലെങ്കിൽ സവാള വട എന്നൊക്കെയാണ് സംഭവം വിളിക്കേണ്ടത്. പക്ഷേ ഈ പേരിലൊക്കെ രൂപത്തിൽ വേറെ ഒരു വട ഉണ്ടായതിനെക്കൊണ്ട് ഇതിനിപ്പോൾ സവാള വട എന്നോ ഉള്ളിവട എന്നൊന്നും വിളിക്കാൻ പറ്റൂല. ഇതിന് പറ്റിയ പേര് നിങ്ങളാരെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞാ പറഞ്ഞു വെച്ച് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഉണ്ടാക്കി കാട്ടുന്നത്. അപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ നമ്മളെ പഴംപൊരിക്ക് രാവിലെ മാവ് കുഴച്ച് വെച്ചിരുന്ന കാര്യം ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോയി പഴംപൊരീൻ്റെ മാവോ പിന്നെ നമ്മൾ വാങ്ങി വെച്ചിരുന്ന പഴമൊക്കെ എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഒരു പഴം ഇരിക്കുന്നുണ്ട്. ബാക്കി മൂന്നെണ്ണം കണ്ടുണ്ടായിരുന്നു. അതിൽ 2 നമ്മുടെ സ്വത്തുട്ടനെ ഇടയ്ക്കെടുത്ത് തിന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ചീനച്ചട്ടീൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് ചീത്തടണ്ട. ഇത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. ഇന്ത്യാലയത്തിൻ്റെ ഇത് ഇങ്ങനെ തന്നെ കേട്ടോ. നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ചീനച്ചട്ടിയാണ്. അങ്ങനെ ആ ചട്ടിയിലേക്ക് നമ്മളെ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞങ്ങാണ്ട് ആ മാവിൽ മുക്കി അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കില്ല, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മളെ കുട്ടിപ്പെട്ടാളോ ഇതിൻ്റെ ബാക്ക് തന്നെ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സവാളനെ റിങ്ങുകളൊക്കെ ആക്കി അത് മാവിലൊക്കെ മുക്കി പൊരിച്ച് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. എന്തിനാ അപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കുറച്ച് കട്ടിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ഒന്ന് നിന്നാൽ പോരേന്ന്. അങ്ങനെ ഞാൻ 2 കട്ടിയിൽ മുറിച്ചുണ്ടാക്കി നോക്കി. ടേസ്റ്റൊക്കെ ഉണ്ട്. പാത്രത്തിലെ എണ്ണം കുറയണേ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, അത് വേണ്ടാന്ന് വെച്ച് വീണ്ടും റിങ്ങുകളാക്കി തന്നെ പൊരിക്കാൻ തുടങ്ങി കേട്ടോ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. സംഭവം ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ തലമണ്ടയിൽ ഉദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഒരു ഉള്ളി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഉള്ളി മുറിച്ചിട്ട് ഇങ്ങനെ മാവിൽ മുക്കി പൊരിച്ച് പാത്രത്തിൽ ഇടുന്ന സൗണ്ട് കേട്ടിട്ട് എന്താ അറിയില്ല, അകത്തുനിന്ന് നമ്മളെ സ്വത്തുട്ടനെ ഓടി വന്ന്. സ്വത്തുട്ടൻ വന്നിട്ട് ഇതൊന്ന് 2 എടുത്ത് കൊണ്ടുപോയി ഓരിക്കൊന്ന് മണപ്പിച്ചെന്നോ ഒരു വായിൽ വെച്ച് കൊടുത്തെന്നോ അങ്ങനെ എന്തോ ആണ് തോന്നണേ. പിന്നെ വരിക്ക് ജാഥ പോലെ കുഞ്ഞാവിയും വാവാച്ചി ഇറങ്ങി വരാൻ തുടങ്ങി. എന്താ അമ്മച്ചി ഇവിടെ പണിയെന്ന്.
അപ്പോൾ പിന്നെ നമ്മളെ പേരില്ല വടേൻ്റെ എണ്ണം പാത്രത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് സവാളൻ്റെ എണ്ണം കൂട്ടേണ്ടി വന്നു ഗൈസ്. പിന്നെയും ഒരു സവാള എടുത്തിട്ട് ഞാൻ മുറിച്ച് ആ മാവിൽ മുക്കി പൊരിക്കാൻ തുടങ്ങി. ഞാൻ പൊരിച്ചിടുന്നത് മൊത്തം ഇവന്മാർ നിന്ന് തിന്ന് തീർക്കുകയാണ്. ഞാൻ ഓരോട് എടുക്കില്ലടാ ഞാനാണ് ടെസ്റ്റർ, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരുണ്ട് കേൾക്കണേ. ഇവർക്കത് രസം പിടിച്ച് ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രം കാലിയായിട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളാ മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തണം. അതിൽ ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.